നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. 13 പേർക്ക് പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ചു വീണാണ് യാത്രികർക്ക് പരിക്കേറ്റത്. വടക്കേക്കാട് അഞ്ഞൂർ റോഡ് ജംഗ്ഷനിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്ന പെരുമ്പിലാവ് പട്ടാമ്പി റോഡ് 2 മാസം പിന്നിട്ടിട്ടും പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. ഗതാഗത തടസ്സവും അപകട സാധ്യതയും വർദ്ധിക്കുന്നു. സ്കൂൾ തുറക്കുന്നതോടെ റോഡിലെ തിരക്ക് ഇരട്ടിയാകുമെന്ന് യാത്രികർ. മഴ പെയ്തതോടെ വെള്ളറക്കാട് നെല്ലിക്കുന്ന് റോഡ് യാത്രായോഗ്യമല്ലാതായി. വെള്ളം ഒഴുകിപ്പോകുന്ന തോട് സ്വകാര്യ വ്യക്തി അടച്ചതാണ് റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ടിനിടയാക്കുന്നത്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന കൂരയ്ക്കുള്ളിൽ ദുരിത ജീവിതം നയിച്ച് ഹേമാംബിക. മേൽക്കൂര തകർന്ന് നിലം പതിക്കാവുന്ന വീടിനുള്ളിൽ ഹേമാംബികയ്ക്ക് കൂട്ട് വളർത്തു നായ്ക്കൾ. ഗുരുവായൂർ ക്ഷേത്രനടയിലെ വെള്ളക്കെട്ടിന്റെ കാരണം കണ്ടെത്തി. ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ നിന്ന് നഗരസഭയുടെ കാനയിലേക്ക് വെള്ളം ഒഴുകുന്ന ഭാഗത്ത് തടസ്സം നേരിട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. വാർത്തകൾ വിശദമായി. കാണിപ്പയ്യൂർ മാന്തോപ്പ് പോട്ടക്കുളത്തിൽ യുവാവ് മുങ്ങിത്താഴ്ന്നു. പ്രദേശവാസിയായ ജഗദീഷാണ് മുങ്ങിത്താഴ്ന്നത്. കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങിത്താഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തുകയാണ്. കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. 13 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസം ആര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൈലാസം ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന ആര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ചു വീണാണ് യാത്രികർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് ബസ് തെന്നിമാറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ അപകടമില്ലാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് കുന്നംകുളം. വടക്കേക്കാട് അഞ്ഞൂർ റോഡ് ജംഗ്ഷനിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശി മുബാറക്കിനാണ് പരിക്കേറ്റത്. ഇയാളെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി 8:30യോടെയായിരുന്നു സംഭവം. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ നിന്ന് രോഗിയുമായി വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസും ഗുരുവായൂർ റോഡിൽ നിന്നും കുന്നംകുളം റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. പാലപ്പെട്ടി അൽഫ്സ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശിയായ രോഗിയും കൂട്ടിരിപ്പുകാരുമാണ് ആംബുലൻസിലുണ്ടായിരുന്നത്. അപകടത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. റോഡിലുണ്ടായ ഗതാഗത തടസ്സം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിയന്ത്രിച്ചു. വടക്കേക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മഴ പെയ്തതോടെ വെള്ളറക്കാട് നെല്ലിക്കുന്ന് റോഡ് യാത്രായോഗ്യമല്ലാതായി. വെള്ളം ഒഴുകിപ്പോകുന്ന തോട് സ്വകാര്യ വ്യക്തി അടച്ചതാണ് റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ടിനിടയാക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ വാർഡിൽ ഉൾപ്പെട്ടതാണ് നെല്ലിക്കുന്ന് ചിറമനേങ്ങാട് റോഡ്. 5 മാസങ്ങൾക്ക് മുമ്പാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നെല്ലിക്കുന്ന് റോഡ് പുനർനിർമ്മിച്ചത്. മഴ പെയ്തതോടെ വെള്ളവും ചെളിയും നിറഞ്ഞ് റോഡ് യാത്രായോഗ്യമല്ലാതായി. ഈ പ്രദേശത്ത് വെള്ളം ഒഴുകിപ്പോകുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് സ്വകാര്യ വ്യക്തി അടച്ചുകെട്ടിയതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. മുമ്പ് ഇതിനെതിരെ നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്വകാര്യ വ്യക്തിയെ കൊണ്ട് തോട് പൂർവ്വസ്ഥിതിയിലാക്കിയിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് തോട് വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ വീണ്ടും സ്വകാര്യ വ്യക്തി ഈ തോട് അടച്ചു കെട്ടുകയായിരുന്നു. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് റോഡ് യാത്രായോഗ്യമാക്കണമെന്നും തോട് തുറക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പരിസരവാസികൾ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ബൈക്കിടിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വടുതല സ്വദേശി മരിച്ചു. ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന വലിയകത്ത് കുറ്റിപ്പുറത്ത് വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് മകൻ 45 വയസ്സുള്ള ഷക്കീറാണ് മരിച്ചത്.
വടുതലയിൽ വെച്ച് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉള്ളിശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടത്തി. ഏതു നിമിഷവും നിലം പൊത്താവുന്ന കൂരയ്ക്കുള്ളിൽ ദുരിത ജീവിതം നയിക്കുകയാണ് കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് കാങ്കപുരയ്ക്കൽ വീട്ടിൽ ഹേമാംബിക. ഉറ്റവരുടെയും ഉടയവരുടെയും ആശ്രയമില്ലാതെ മേൽക്കൂര തകർന്ന നിലം പതിക്കാവുന്ന വീട്ടിനുള്ളിൽ തന്റെ വളർത്തുനായ്ക്കൾക്കൊപ്പമാണ് ഇവരുടെ താമസം. പകുതിയിലേറെ ഭാഗവും തകർന്നതും തകർന്ന ഭാഗങ്ങളിൽ ടാർപോളിൻ കെട്ടിമറിച്ചതുമാണ് ഹേമാംബിക താമസിക്കുന്ന വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര. 25 വർഷത്തിലേറെ പഴക്കമുള്ള വീട്ടിൽ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന ഭർത്താവ് വേലായുധനൊപ്പമായിരുന്നു ഇവരുടെ വാസം. 1.5 വർഷം മുൻപ് വേലായുധൻ മരിച്ചതോടെ മക്കളെ പോലെ സ്നേഹിക്കുന്ന വളർത്തുനായ്ക്കളായി ഹേമാംബികയുടെ കൂട്ട്. മേൽക്കൂരയിലെ പട്ടികകൾ തകർന്ന പൊട്ടിവീണ ഓടുകൾക്കിടയിൽ, മഴ പെയ്യുമ്പോൾ വെള്ളം വീഴാൻ നിരത്തിവെച്ച പാത്രങ്ങൾക്കിടയിൽ ഒരു കൊച്ചു കട്ടിലിലാണ് ഇവരുടെ അന്തിയുറക്കം. കാറ്റും മഴയും ശക്തമാകുമ്പോൾ പലപ്പോഴും മുറ്റത്തെ കശുമാവിൻ ചുവട്ടിൽ അഭയം തേടുകയാണ് പതിവ്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആശ്രയ പദ്ധതിയിലെ ഗുണഭോക്താവായ ഹേമാംബിക പഞ്ചായത്തിൽ നിന്ന് പദ്ധതി പ്രകാരം ലഭിക്കുന്ന അരിയും പലവ്യഞ്ജനങ്ങളും ഉപയോഗിച്ചാണ് ജീവൻ നിലനിർത്തുന്നത്. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ശൗചാലയം പോലുമില്ല എന്നതാണ് ഇവരുടെ വീട്ടിലെ സാഹചര്യം. സഹജീവി സ്നേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുള്ള ഒരൊറ്റ നന്മ മരങ്ങൾക്കും ഹേമാംബികയുടെ ദുരിതജീവിതം കണ്ട ഭാവമില്ല. നമുക്കിടയിൽ ജീവിക്കുന്ന ഒരാളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോഴും മലയാളിയുടെ സ്ഥായിയായ നിസ്സംഗ മനോഭാവത്തിലാണ് സമൂഹം. ഹേമാംബികയുടെ ദുരിതപൂർണമായ ജീവിതത്തിന് ആശ്വാസമേകാൻ ഭരണാധികാരികൾക്ക് ചട്ടക്കൂടിനകത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ മനുഷ്യത്വം മരിക്കാത്ത സുമനസ്സുകൾക്ക് ചെയ്യാനാകും. അത്തരത്തിലുള്ള ചില സുമനസ്സുകൾ ഹേമാംബികയുടെ ദുരിതജീവിതം കണ്ട് അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയും ശൗചാലയം നിർമ്മിച്ചും ഹേമാംബികയ്ക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കാനാണ് പ്രദേശവാസികളായ സുമനസ്സുകളുടെ പദ്ധതി. CCTV ന്യൂസ്, കേച്ചേരി. കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്ന പെരുമ്പിലാവ് പട്ടാമ്പി റോഡ് 2 മാസം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല. ഇതോടെ ഗതാഗത തടസ്സവും അപകട സാധ്യതയും വർദ്ധിച്ചു. 4.5 കോടി രൂപ ചെലവിട്ട് മാസങ്ങൾക്ക് മുൻപ് നവീകരിച്ച റോഡ് കഴിഞ്ഞ മാസം 26-നാണ് തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി തകർന്നത്. റോഡിൽ ഒരടിയോളം താഴ്ചയുള്ള വലിയ കുഴി രൂപപ്പെട്ട് 15 മീറ്ററോളം നീളത്തിൽ വിള്ളൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. റോഡിലെ കുഴികൾ അടച്ച് മെറ്റൽ വിരിച്ചെങ്കിലും റീടാർ ചെയ്തില്ല. തകർന്ന ഭാഗത്ത് ഗതാഗതം നിയന്ത്രിച്ചതിനാൽ റോഡിന്റെ ഒരു ഭാഗത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾ പോകുന്നത്. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിൽ കനത്ത ഗതാഗത തടസ്സമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. സ്കൂൾ തുറക്കുന്നതോടെ റോഡിലെ തിരക്ക് വർദ്ധിക്കും. അൻസാർ സ്കൂൾ, അൻസാർ കോളേജ്, അക്കിക്കാവ് സ്കൂൾ, കടവല്ലൂർ സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാലയങ്ങളാണ് പരിസരത്തുള്ളത്. ഗുരുവായൂർ ക്ഷേത്രനടയിലെ വെള്ളക്കെട്ടിന്റെ കാരണം കണ്ടെത്തി. ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ നിന്ന് നഗരസഭയുടെ കാനയിലേക്ക് വെള്ളം ഒഴുകുന്ന ഭാഗത്ത് തടസ്സം നേരിട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. നഗരസഭയുടെയും ദേവസ്വത്തിന്റെയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രനടയിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും തടസ്സം കണ്ടുപിടിക്കാനായിരുന്നില്ല. എന്നാൽ ദേവസ്വത്തിന്റെ ശുചീകരണ തൊഴിലാളികൾ തെക്കേ നടയിലെ കാന വൃത്തിയാക്കുമ്പോഴാണ് ഒഴുക്ക് തടസ്സപ്പെട്ടതായി കണ്ടെത്തിയത്. ദേവസ്വം മെഡിക്കൽ സെന്ററിന് സമീപം പുതുതായി പണിത കംഫർട്ട് സ്റ്റേഷന് മുന്നിലാണ് തടസ്സമുള്ളത്. ദേവസ്വത്തിന്റെ കാന നഗരസഭയുടെ കാനയുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് ചാക്കിൽ മണ്ണ് നിറച്ചു വെച്ചിരുന്നതാണ് ഒഴുക്കിന് തടസ്സമായിരുന്നത്. നിർമ്മാണ സമയത്ത് കാനകൾ ബന്ധിപ്പിക്കുന്നിടത്ത് വെള്ളം വരുന്നത് തടസ്സപ്പെടുത്താനാണ് ഇത്തരത്തിൽ ചാക്കിൽ മണ്ണ് നിറച്ചു വെച്ചിരുന്നത്. നിർമ്മാണം കഴിഞ്ഞതിനു ശേഷം ഇത് എടുത്തു മാറ്റിയിരുന്നില്ല. ശുചീകരണ തൊഴിലാളികൾ നീക്കം ചെയ്തതോടെ തടസ്സമില്ലാതെ വെള്ളം ഒഴുകിപ്പോകാൻ തുടങ്ങി. CCTV ന്യൂസ്, ഗുരുവായൂർ. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നാടെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചൂണ്ടൽ പഞ്ചായത്തിലെ ആശുപത്രി റോഡിൽ മാലിന്യം തള്ളുന്നത് നിർബാധം തുടരുന്നു. മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച മേഖലയിലാണ് പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലുമായി മാലിന്യം കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത്. മഴക്കാലം ശക്തമാകുന്നതിന് മുൻപായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിനിടെയാണ് ആശുപത്രി റോഡിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് മാലിന്യം തള്ളുന്നത് പതിവാക്കിയിട്ടുള്ളത്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനോ
മാലിന്യം നിക്ഷേപിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ബോർഡ് സ്ഥാപിക്കാനോ പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തുനിന്നോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒഴിഞ്ഞ മദ്യക്കുപ്പികളും പിഞ്ചുകുട്ടികളെ ധരിപ്പിക്കുന്ന ഡയപ്പറുകളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചതിൽ ഏറെയും. റോഡിന്റെ 2 ഭാഗങ്ങളിലും നിർമ്മിച്ച കാനകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾ കടന്നുപോകാൻ അടുത്തിടെ സൗകര്യമൊരുക്കിയിരുന്നു. ഈ ഭാഗത്താണ് മാലിന്യം നിർബാധം തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിക്ഷേപിക്കുന്ന മാലിന്യം സമീപത്തെ തോട്ടിലേക്കാണ് മഴയിൽ ഒഴുകിയെത്തുന്നത്. ഇത് മേഖലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിൽ പഞ്ചായത്ത് അധികാരികളുടെയും ആരോഗ്യവകുപ്പിന്റെയും ഭാഗത്തുനിന്ന് അടിയന്തര നടപടിയുണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, കേച്ചേരി. വാഹനങ്ങൾക്ക് ഭീഷണിയായി ചാവക്കാട് ബൈപ്പാസ് റോഡിലെ കുഴി. ഗുരുവായൂരിൽ നിന്ന് ചാവക്കാട് വടക്കേ ബൈപ്പാസ് റോഡിലാണ് വാഹനങ്ങൾക്ക് ഭീഷണിയായി കുഴിയുള്ളത്. നിരവധി വാഹനങ്ങളാണ് ഈ വഴിയിലൂടെ കടന്നുപോകുന്നത്. ഗുരുവായൂർ റോഡിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്ക് തിരിയുന്നിടത്തുള്ള കുഴിയായതിനാൽ വാഹനങ്ങൾ വീഴുന്നത് സർവ്വസാധാരണമാണ്. സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാരും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. എത്രയും പെട്ടെന്ന് വാഹനങ്ങൾക്ക് ഭീഷണിയായ കുഴി നികത്തണമെന്ന് പൊതുപ്രവർത്തകൻ ലിയാഖത്ത് ചാവക്കാട് പറഞ്ഞു. പല രാജ്യത്തെ വണ്ടികളും വരുന്ന സ്ഥലമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോണതും അവിടെ നിന്നിട്ട് പറഞ്ഞ് വളരെ അറിയാത്ത വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാനായിട്ട് പോയിട്ടുണ്ട്. 1-2 ബൈക്കുകാരുടെ അപകടങ്ങളും കഴിക്കുന്നത് അതിൻ്റെ പേര് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. ഞങ്ങൾ ഓട്ടോക്കാർ അതിൻ്റെ പേരിൽ ഇത്ര ചെയ്തിട്ട് പറയാം. അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് കുഴി അറിയില്ല, അവരും പറയാൻ സാധ്യതയുണ്ട്. പിന്നെ 2 കുട്ടികളെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ കുഴി അടച്ച് അത് ഉണ്ടാവുന്ന അപേക്ഷിക്കുന്നു. മഴക്കാല ദുരന്ത നിവാരണ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ഫയർ ആൻഡ് റെസ്ക്യൂ ഗുരുവായൂർ സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗർ, KSEB കൂനമുച്ചി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ PC രാജേഷ്, പാവർട്ടി സെക്ഷൻ സബ് എഞ്ചിനീയർ PG ജയകുമാർ, ഗുരുവായൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ റോയ് എബ്രഹാം, വില്ലേജ് ഓഫീസർമാരായ VK ഗൗതമൻ, VK റോസി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ VL ബിജു, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KA മനോജ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള RRT പ്രവർത്തകർ, യുവജന ക്ലബ്ബ്, വായനശാല പ്രവർത്തകർ, സാമൂഹ്യ രാഷ്ട്രീയ പൊതുപ്രവർത്തകർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. നാഷണൽ ഹൈവേ 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചാവക്കാട് കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന 8 കുടുംബങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. മഴ പെയ്തതോടെ വഴിയും വീട്ടുമുറ്റവും ചെളി നിറഞ്ഞതോടെയാണ് കുടുംബങ്ങളിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായത്. രോഗികളായവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയുന്നില്ലെന്നും കുടുംബത്തിലുള്ളവർ പറയുന്നു. സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികളുടെ പഠനം തടസ്സപ്പെടുമെന്ന ഭീതിയും ഇവർക്കുണ്ട്. അതേസമയം ഇത് സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രിക്ക് ഗുരുവായൂർ MLA NK അക്ബർ കത്ത് നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ കുടുംബ കൂട്ടായ്മയുടെ പതാക ദിനം ആചരിച്ചു. രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഫൊറോന ഇടവക വികാരി ഫാദർ ഷാജു ഊക്കൻ പതാക ഉയർത്തി കുടുംബ കൂട്ടായ്മയുടെ പതാക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, ഡീക്കൻ ജിനിൽ കൂത്തൂർ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് EJ ജോഫി, കൈക്കാരന്മാരായ KF സൈമൺ, KL ജോൺസൺ, PA വർഗീസ്, KR ജിൻസൺ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേന്ദ്ര സമിതി ഭാരവാഹികളായ CT ജെയിംസ്, CK ജോയ്, TJ ജോജു, നിജിൽ ജോസ്, ജോളി ഫ്രാൻസിസ്, BG ജോമോൻ, MP വർഗീസ്, സെബി തോമസ് എന്നിവർ പതാക ദിനത്തിന് നേതൃത്വം നൽകി. ചടങ്ങിനോടനുബന്ധിച്ച് മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. പുന്നയൂർ കുഴിങ്ങരയിൽ ബൈക്ക് തെന്നിമറിഞ്ഞ യാത്രികന് പരിക്ക്. കോട്ടയ്ക്കൽ സ്വദേശി അടാട്ടിൽ 57 വയസ്സുള്ള ആബിദിനാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി സമാന്തര പാതയായ മന്നലാംകുന്ന് കിഴക്കുഭാഗം കുഴിങ്ങര സ്കൂളിന് സമീപമാണ് ബൈക്ക് മറിഞ്ഞ അപകടമുണ്ടായത്. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ അകലാട് 3 VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി ആയമുക്കിൽ തെങ്ങ് പൊട്ടി വീടിന് മുകളിലേക്ക് വീണു. വീട്ടമ്മയ്ക്ക് നിസ്സാര പരിക്കേറ്റു. രായ്മരക്കാർ വീട്ടിൽ നൌഷാദിന്റെ വീടിന്റെ പിറകുവശത്തെ ഷീറ്റ് മേഞ്ഞ ഭാഗത്തേക്കാണ് തെങ്ങ് പൊട്ടി വീണത്. തെങ്ങ് വീഴുന്ന സമയം നൌഷാദിന്റെ ഭാര്യ ഷംന വർക്കേരിയിൽ നിൽക്കുകയായിരുന്നു. ഷീറ്റ് ശരീരത്തിലേക്ക് പതിച്ചതിനെ തുടർന്നാണ് ഷംനയ്ക്ക് നിസ്സാര പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. മഴയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ശക്തമായ കാറ്റിലാണ് തെങ്ങ് പൊട്ടി വീണത്. വീടിന്റെ ടെറസിലേക്കും ഷീറ്റിന് മുകളിലേക്കുമായാണ് തെങ്ങ് പതിച്ചത്. തെങ്ങ് പിന്നീട് മുറിച്ചു മാറ്റി.
പാറേമ്പാടം പഴഞ്ഞി റോഡിൽ ജലജീവൻ പദ്ധതിക്ക് പൈപ്പിട്ട റോഡരികുകൾ ഇടിഞ്ഞു താഴ്ന്നു. പൈപ്പിടാനായി കുഴിയെടുത്ത ഭാഗം കൃത്യമായി മൂടാത്തതാണ് മണ്ണിടിയാൻ കാരണം. പലയിടത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ചക്രം താഴുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. 2 മാസം മുൻപാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡരികിൽ കുഴിയെടുത്ത് പൈപ്പിട്ടത്. പൈപ്പിട്ട ഭാഗം മണ്ണിട്ട് മൂടുകയായിരുന്നു. മഴ കനത്തതോടെ ഈ ഭാഗങ്ങളിൽ മണ്ണ് താഴ്ന്നു തുടങ്ങി. റോഡ് പൊളിച്ച് പൈപ്പിട്ട ഭാഗങ്ങളിൽ പലയിടത്തും മെറ്റൽ വിരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗങ്ങളിൽ ടാർ ചെയ്യാത്തത് മൂലം യാത്രാക്ലേശം രൂക്ഷമാണ്. ജലജീവൻ പദ്ധതിക്ക് പൈപ്പിട്ട ഭാഗം ടാർ വിരിച്ച് ഗതാഗത സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴവെള്ളം ഒഴുകിപ്പോകാതെ പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ഈ ഭാഗത്ത് കാനയില്ലാത്തതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം. റോഡിന്റെ താഴ്ച കാരണം ഹൈസ്കൂൾ ഗേറ്റിന് സമീപം വെള്ളം കെട്ടി നിൽക്കുകയാണ്. റോഡരികിൽ കാന നിർമ്മിച്ചാൽ വെള്ളക്കെട്ട് ഒഴിവാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനായി അടിയന്തര നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ 29-ാം വാർഡ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. തിരുവെങ്കിടം കൊടയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗ്രാമോത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് കൌൺസിലർ ദേവിക ദിലീപ് അധ്യക്ഷത വഹിച്ചു. ഹോങ്കോങ്ങിൽ നടന്ന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ റെക്കോർഡ് നേടിയ S രോഹിത്തിനെയും യുവ ഡോക്ടർ കീർത്തിക കൃഷ്ണദാസിനെയും ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് MLA ഉപഹാരം നൽകി. വാർഡിലെ നഴ്സറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുൻ വാർഡ് കൌൺസിലർ പ്രസാദ് പൊന്നരാശ്ശേരി, പാർത്ഥസാരഥി ക്ഷേത്രം ട്രസ്റ്റ് അംഗം KP സുനിൽകുമാർ, ഗ്രാമോത്സവം കൺവീനർ K അശ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു. കോവിലൻ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന കോവിലൻ അനുസ്മരണം ജൂൺ 2-ന് കണ്ടാണശ്ശേരിയിലും തൃശൂരിലുമായി നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 2-ന് രാവിലെ 9 മണിക്ക് കണ്ടാണശ്ശേരിയിലെ കോവിലൻ കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടക്കും. രാധാകൃഷ്ണൻ കാക്കശ്ശേരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിക്കും. ഡോക്ടർ മോഹനവർമ്മ രാജ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ ജോഷി തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തും. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന കോവിലന്റെ ജീവചരിത്രത്തിന് ഉപാദാനങ്ങളായ കോവിലന്റെ കത്തുകൾ മനോഹർ വി പേരകത്തിന് മാനേജിംഗ് ട്രസ്റ്റി MJ പൗർണിമ കൈമാറും. വൈകിട്ട് 4-ന് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ കോവിലൻ ഓർമ്മ പരിസ്ഥിതി സംസ്കാര പഠനങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ഡോക്ടർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ SS ജയകുമാർ കോവിലന്റെ മണ്ണ് എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ കോവിലൻ ട്രസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ R സുരേഷ്, കൺവീനർ AD ആൻഡ്രു, ജോയിന്റ് കൺവീനർ PJ സ്റ്റൈജു എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കേച്ചേരി. ചാവക്കാട് മുനിക്കക്കടവിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തായി കെട്ടിയിട്ടിരുന്ന ഫൈബർ വഞ്ചി കരിങ്കൽ ഭിത്തിയിൽ ഇടിച്ച് ഭാഗികമായി തകർന്നു. മുനിക്കക്കടവ് അഴിമുഖം സ്വദേശി ഒളാട്ട് കൊച്ചുമോൻ മകൻ വിനോദിന്റെ കൈലാസനാഥൻ എന്ന വഞ്ചിയാണ് ഭാഗികമായി തകർന്നത്. പുലർച്ചെ മത്സ്യബന്ധനത്തിനായി എത്തിയ തൊഴിലാളികളാണ് വഞ്ചി തകർന്ന നിലയിൽ കണ്ടത്. ശക്തമായ തിരയിലാകാം വഞ്ചി കരിങ്കൽ ഭിത്തിയിൽ ഇടിച്ചതെന്ന് കരുതുന്നു. ഇരുവശങ്ങൾക്കും എഞ്ചിനും തകരാറുകൾ സംഭവിച്ചു. വഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന വലകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനെതിരെ 10 ദിവസമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യഘട്ട ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാപ്പകൽ സമരം സമാപിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ പ്ലാൻ ഫണ്ടുകൾ പാഴാക്കി കടവല്ലൂരിലെ അടിസ്ഥാന വികസനത്തിന് CPM ഭരണസമിതി 3.5 വർഷമായി മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അതുവഴി പഞ്ചായത്തിൽ ഭരണസ്തംഭനമാണെന്നും രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NK അലി മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. എന്ത് മറുപടിയാണ് സഖാക്കൾക്ക് പറയാനുള്ളത്? നമ്മുടെ നാട് ഭരിക്കുന്ന സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹം ഒരുപാട് ദിവസത്തെ വിദേശ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ മരുമകനെ വിളിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ റിയാസിനെ വിളിച്ച് പറഞ്ഞു, പുതിയ മദ്യനയം നമുക്ക് കൊണ്ടുവരണം.
എന്താണ് പുതിയ മദ്യനയം? ബാറുകൾ ആവശ്യമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ബാറുകൾ കൊടുക്കുക. റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആവശ്യമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ബീവറേജ് ഷോപ്പുകൾ ആരംഭിക്കുക. ഇപ്പോൾ ബാറുകൾ പ്രവർത്തിക്കുന്ന സമയത്തിന് മാറ്റം വരുത്തി രാത്രി 12 മണി വരെ കേരളത്തിലെ എല്ലാ ബാറുകളും തുറന്നു പ്രവർത്തിക്കുക. കേരള മുസ്ലിം കൾച്ചറൽ സൊസൈറ്റി ചാലിശ്ശേരി പഞ്ചായത്ത് കൺവെൻഷനും മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഫൈസൽ മാഷിനുള്ള സ്വീകരണവും ദുബായിലെ അബു ഹൈൽ KMCC ഓഡിറ്റോറിയത്തിൽ നടന്നു. KMCC പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഗഫൂർ മാരായംകുന്ന് ഉദ്ഘാടനം ചെയ്തു. TMA സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ഫൈസൽ മാഷിനുള്ള ദുബായ് KMCC തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ ഉപഹാരം മുൻ ജില്ലാ പ്രസിഡന്റ് ഫൈസൽ തുറക്കൽ നൽകി. സയ്യിദ് സക്കീർ ഹുസൈൻ തങ്ങൾ മുഖ്യപ്രഭാഷണവും ഫൈസൽ മാഷ് മറുപടി പ്രസംഗവും നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജമാൽ കോഴിക്കര, മണ്ഡലം ജനറൽ സെക്രട്ടറി അനസ് മടപ്പാട്ട്, നൌഫൽ കരിമ്പ, നൂർ ആനക്കര, സെയ്ദ് മുഹമ്മദ്, കിരൺ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് ദുബായ് KMCC കമ്മിറ്റിയുടെ പ്രഖ്യാപനം മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ തിരുമിറ്റക്കോട് നിർവഹിച്ചു. അബ്ദുൾ ജസീം KT പ്രസിഡന്റ്, സാദിഖ് TM ജനറൽ സെക്രട്ടറി, അൻസാർ അറക്കൽ ട്രഷറർ, നിസാമുദ്ദീൻ MK, അബ്ബാസ് TM, റിയാസ് അറക്കൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും സെക്രട്ടറിമാരായി റിയാസ് കുന്നത്തേര, താഹിർ ആലിക്കര, സാലി KT എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. സയ്യിദ് ജാഫർ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫൈസൽ KH സ്വാഗതവും TM സാദിഖ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പുന്നേർകുളം സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗം നടത്തി. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തിയ പൊതുയോഗത്തിൽ KV സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. MV ജോസ്, സുരേഷ് താണിശ്ശേരി, ദിനേശൻ വന്നേരി, സുരേഷ് ആറ്റുപുറം എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി ചർച്ചകൾക്ക് മറുപടി പറഞ്ഞു. ഉമ്മർ മാസ്റ്റർ അറക്കൽ, ഷാജൻ വാഴപ്പുള്ളി, ഡെറി പോൾ, ചോ മുഹമ്മദ് ഉണ്ണി, ഹക്കീം വെളിയത്ത് എന്നിവർ സംസാരിച്ചു. ജൂൺ 8 കുന്നത്തൂർ PMM പാലസിൽ മാധവിക്കുട്ടി സ്മാരക അവാർഡ് ദാനവും ജൂൺ 19 വായനാ ദിനത്തിൽ അവാർഡ് ദാന ചടങ്ങും നടത്തുവാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഭാരവാഹികളായി KV സുകുമാരൻ പ്രസിഡന്റ്, ഉമ്മർ മാസ്റ്റർ സെക്രട്ടറി, രാജേഷ് കടാമ്പുള്ളി ജനറൽ കൺവീനർ, ഷാജൻ വാഴപ്പുള്ളി ട്രഷറർ എന്നിവരടങ്ങുന്ന 17-അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. കുന്നംകുളം അഗ്നിരക്ഷാ നിലയത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജയകുമാർ, ഗ്രേഡ് S TO ദിലീപ് കുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിക്സൺ പോൾ എന്നിവർക്ക് കുന്നംകുളം സിവിൽ ഡിഫൻസ് യാത്രയയപ്പ് നൽകി. അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന ചടങ്ങിൽ സീനിയർ ഫയർ ഓഫീസർ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ദിലീപ് ആമുഖ പ്രഭാഷണം നടത്തി. ഉദ്യോഗസ്ഥരെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജയകുമാർ, GRIS TO ദിലീപ് കുമാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ചങ്ങരംകുളം കാണി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ P ഭാസ്കരൻ അനുസ്മരണവും PB ഷീലയുടെ കനൽപ്പൂ എന്ന കാവ്യസമാഹാരത്തിന്റെ പ്രകാശനവും നടത്തി. ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ സൈഫുദ്ദീൻ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ജബ്ബാർ ആലങ്കോട് അധ്യക്ഷനായി. V മോഹനകൃഷ്ണൻ, KP തുളസി എന്നിവർ സംസാരിച്ചു. PB ഷീല മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് E ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ P ഭാസ്കരൻ സ്മൃതിസന്ധ്യ അരങ്ങേറി. കാണി വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ V പരമേശ്വരൻ അധ്യക്ഷനായി. V മോഹനകൃഷ്ണൻ വാർഷിക റിപ്പോർട്ടും VM ഹരിഗോവിന്ദ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്നു നടന്ന ചർച്ചയിൽ T കൃഷ്ണൻ നായർ, KK ലക്ഷ്മണൻ, PT ശ്രീജ, P ഇബ്രാഹിംകുട്ടി, അഗ്നിത പ്രേംദാസ്, MV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ജബ്ബാർ ആലങ്കോട് പ്രസിഡന്റ്, വാസുദേവൻ അടാട്ട്, KP തുളസി എന്നിവർ വൈസ് പ്രസിഡന്റുമാർ, V മോഹനകൃഷ്ണൻ സെക്രട്ടറി. ജോയിന്റ് സെക്രട്ടറിമാരായി CM രാമചന്ദ്രൻ, MN സജിത്, ട്രഷററായി VM ഹരിഗോവിന്ദ്, PM സുരേഷ് കുമാർ ഓഡിറ്റർ, P ശങ്കരനാരായണൻ ഫിനാൻഷ്യൽ കോർഡിനേറ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുത്തക കമ്പനികളുടെ ഓൺലൈൻ വ്യാപാരമാണ് ചെറുകിട വ്യാപാര മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ അഭിപ്രായപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് 39-ാം വാർഷിക പൊതുയോഗം വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാസ്റ്റിക്കിന്റെ പേരിൽ ഹരിത കർമ്മസേനയുടെ ഗുണ്ടാപിരിവ് നിർത്തലാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനുള്ള ഫണ്ട് കണ്ടെത്തണമെന്നും ജോയ് മൂത്തേടൻ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് MK ജോഷി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസി മുഖ്യപ്രഭാഷണം നടത്തി. എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മാസ്റ്റർ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, വനിതാ വിംഗ് പ്രസിഡന്റ് രമാ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു.
2024-26 ഭരണസമിതിയായി പ്രസിഡന്റ് MK ജോഷി, ജനറൽ സെക്രട്ടറി KK ഹമീദ്, ട്രഷറർ CV സന്തോഷ് എന്നിവരടങ്ങുന്ന 27-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സോഷ്യലിസ്റ്റ് നേതാവും എഴുത്തുകാരനും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന MP വീരേന്ദ്രകുമാറിനെ അനുസ്മരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു തുടക്കം. അനുസ്മരണ സമ്മേളനം LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ ശോഭ ഹരിനാരായണൻ അധ്യക്ഷയായി. UDF പാർലമെന്ററി പാർട്ടി ലീഡർ KP ഉദയൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ ഷാജു പുതൂർ, PI സൈമൺ, OKR മണികണ്ഠൻ, രവി ചങ്കത്ത, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ബാലൻ വാർനാട്ട, സജീവൻ നമ്പിയത്ത്, ബാബു ഗുരുവായൂർ, RH അബ്ദുൽ സലീം, മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ 1-ാം തീയതി മുതൽ ഫെയർ ഫുട്ബോൾ ക്ലബ്ബ് ബദനി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിവന്നിരുന്ന സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. ബദനി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് IC ഉദ്ഘാടനം ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് കോച്ച് TG പുരുഷോത്തമൻ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ്, വൈസ് പ്രസിഡന്റ് ഡേവിഡ് ആന്റോ എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും 20ഓളം സ്കൂളുകളിൽ നിന്നായി 140ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന അക്കാദമി ലീഗിൽ പങ്കെടുക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. തൃശൂർ പൂരം പ്രദർശനത്തിൽ സ്പെഷ്യൽ പവലിയനുള്ള അവാർഡ് ഗുരുവായൂർ ദേവസ്വത്തിന് ലഭിച്ചു. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനിൽ നിന്ന് ദേവസ്വത്തിനു വേണ്ടി പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ, ചുമർചിത്ര പഠന കേന്ദ്രം ചീഫ് ഇൻസ്ട്രക്ടർ M നളിൻ ബാബു, PRO ബിമൽജി നാഥ് എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ട്രോഫിയും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് അംഗീകാരം. തുടർച്ചയായ 3-ാം വർഷമാണ് പൂരം പ്രദർശനത്തിൽ ദേവസ്വത്തിന് അവാർഡ് ലഭിക്കുന്നത്. നമ്മൾ ചാവക്കാട്ടുകാർ ഒരു ആഗോള സൗഹൃദ കൂട്ട് സൗദി ചാപ്റ്റർ നമ്മൾ ഉത്സവം 2024 സംഘടിപ്പിച്ചു. റിയാദ് എക്സിറ്റ് 18-ലെ യാനബി ഇസ്തിറാഹയിലാണ് ചാവക്കാട്ടുകാരും കുടുംബാംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളും ഒത്തുകൂടിയത്. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ഫൈസൽ തറയിൽ നിർവഹിച്ചു. ഷാഹിദ് അറക്കൽ അധ്യക്ഷനായിരുന്നു. ഷാജഹാൻ, ഫായിസ് ബീരാൻ, ഫാറൂഖ് കുഴിങ്ങര, ഫെർമിസ് മടത്തൊടിയിൽ തുടങ്ങിയവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. കുട്ടികൾക്കായി വിവിധ വിഭാഗങ്ങളിൽ നടത്തിയ ചിത്രരചനാ മത്സരങ്ങളിൽ ഇസ്മ ഫാറൂഖ്, സയ്യിദ് നമാൻ, മനാൽ നൌഫൽ എന്നിവർ 1-ാം സ്ഥാനവും മൂസിന സിറാജ്, ഇഫ ജലീൽ, ആയിഷ ആരിഫ് എന്നിവർ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. 45 വർഷത്തോളം പ്രവാസിയായിരുന്ന PM ജലാലുദ്ദീൻ പാവർട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. ഉപരിപഠനത്തിനായി പോകുന്ന അസ്സ ഫായിസിന് യാത്രയയപ്പ് നൽകി. ഭാഗ്യശാലിക്കുള്ള LED ടെലിവിഷൻ 1-ാം സമ്മാനത്തിനർഹയായ ജമീലയ്ക്ക് വേണ്ടി കബീർ വയലത്തൂരിൽ നിന്നും ആരിഫ് വൈശ്യം വീട്ടിൽ ഏറ്റുവാങ്ങി. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികൾക്ക് ഉപഹാരവും ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ജലീൽ കൊച്ചിൻ, അൽതാഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഗാനമേള അരങ്ങേറി. സുബൈർ KP, ഷൈഫീർ PA, പ്രകാശ് താമരയൂർ, സലിം അകലാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് ചാവക്കാട്. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന SSLC+2 വിജയികളെ അനുമോദിക്കൽ ചടങ്ങിന്റെ ഒരുക്കങ്ങൾക്കായി സംഘാടക സമിതി രൂപീകരിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, പഞ്ചായത്ത് അംഗം NP അജയൻ, TK ശിവൻ, NP ബിജു, എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി അംഗം അങ്കിത എന്നിവർ സംസാരിച്ചു. PT ദേവസി ചെയർമാൻ, കൺവീനർ NM മിഥുൻ, ട്രഷറർ MV വിനീത് എന്നിവർ ഉൾപ്പെടെയുള്ള 51-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. മന്നലാംകുന്ന് സയ്യിദ് സൈഖുൽ ഹൾറമി തങ്ങളുടെ ഉറൂസ് ഷരീഫ് 2024നോടനുബന്ധിച്ച് മജ്ലിസുന്നൂർ വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാരവും മെയ് 30, 31, ജൂൺ 1, 2 തീയതികളിൽ ഷൈഖ് ഹൾറമി നഗറിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നേർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷൈഖുൽ ഹൾറമി തങ്ങളുടെ ഉറൂസ് ഈ വർഷം 4 ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. ആദ്യ ദിവസമായ വ്യാഴാഴ്ച രാവിലെ മഹലിലെ 7ഓളം മദ്രസകളിലെ വിദ്യാർത്ഥികൾ ഘോഷയാത്രയായി ജാറം അങ്കണത്തിലെത്തും. മുൻ ഖത്തീബ് AV കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തും. മഹല്ല് പ്രസിഡന്റ് AM അലാവുദ്ദീൻ പതാക ഉയർത്തി ചരിത്രഫലകം അനാച്ഛാദനം ചെയ്യും. തുടർന്ന് ഖുർആൻ പാരായണം. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മഹല്ല് ഖത്തീബ് നിസാർ അസനി, നബീൽ മന്നലാംകുന്ന്, സൈനുദ്ദീൻ മന്നലാംകുന്ന് എന്നിവർ രചിച്ച ഷൈഖ് ഹൾറമി തങ്ങളുടെ ചരിത്രവും ജീവിതവും എന്ന പുസ്തകം പ്രകാശനം നിർവഹിക്കും. അൻവർ മുഹിയുദ്ദീൻ
മുഖ്യപ്രഭാഷണം നടത്തും. 31-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് മന്നലാംകുന്ന് പള്ളിയിൽ മാസം തോറും നടത്തിവരാറുള്ള മജ്ലിസ് ഉന്നൂർ വാർഷിക പരിപാടിയിൽ അൻവർ മുസ്ലിയാർ, വാഹിദ് ഭാഗവി, അബ്ദുറഹ്മാൻ ഉസ്താദ് തുടങ്ങിയവർ പങ്കെടുക്കും. അലി ഭാഗവി ആറ്റുപുറം മുഖ്യപ്രഭാഷണം നടത്തും. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് മഹലിലെ ഈ വർഷത്തെ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി ആദരിക്കും. ഉദ്ഘാടന ചടങ്ങ് വാഹിദ് ഭാഗവി നിർവഹിക്കും. ചടങ്ങിൽ ഹാഫിൾ അൻവരി മന്നാനി തൊടുപുഴ മുഖ്യപ്രഭാഷണം നടത്തും. സമാപന ദിവസമായ ഞായറാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം മൗലീദ് പാരായണവും 8:30 മുതൽ ഭക്ഷണ വിതരണവും ഉണ്ടാകും. മഹലിലെ ജാതിമതഭേദമന്യേ മുഴുവൻ പേർക്കും ഭക്ഷണം നൽകും. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് നടത്തുന്ന ദുആ സമ്മേളനത്തിൽ സയ്യിദ് ഫൈസൽ കോയത്തങ്ങൾ അൽ ബുഖാരി പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ആരിഫ് കരിയാടൻ, കൺവീനർ MA ഹനീഫ, മജ്ലിസ് ഉന്നൂർ കമ്മിറ്റി ചെയർമാൻ KK ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നയൂർകുളം. ഇയാൾ സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ ഇടവക മതബോധന ദിനം ആഘോഷിച്ചു. രാവിലെ 7:30 ആഘോഷമായ പാട്ടുകുർബാനയോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. വൈകിട്ട് 5:30 നടന്ന പൊതുയോഗം തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഡോക്ടർ ഫാദർ ഡൈജോ പുറത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇയാൾ പള്ളി വികാരി ഡോക്ടർ ഫാദർ ഷാൻഡോ തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ സെൽബിൻ, രഞ്ജിത്ത്, മദർ സുപ്പീരിയർ സിസ്റ്റർ സിറില്ല, കാറ്റക്കിസം HM ജെൻസൺ, PTA പ്രസിഡന്റ് പ്രിൻസ് എന്നിവർ സന്നിഹിതരായിരുന്നു. കൊമേഴ്സ് വിഭാഗത്തിൽ PhD കരസ്ഥമാക്കിയ ഇടവകയിലെ മതബോധന അധ്യാപിക ഡോക്ടർ സിസ്റ്റർ ബ്ലസി റോസിനെ അനുമോദിച്ചു. ഇടവകയിലെ മുതിർന്ന പൗരന്മാരെയും ആദരിച്ചു. വിവിധ സംഘടനകൾ, കുടുംബ കൂട്ടായ്മ, മതബോധന യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ കലാപരിപാടികളും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷനിലെ മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പ് പഞ്ചായത്തുകളിലെ സ്കൂളുകളിൽ നിന്നും 2023-24 അധ്യയന വർഷം LSS, USS, NMM സ്കോളർഷിപ്പ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പ്രതിഭകളെ അനുമോദിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 8:30 എരമംഗലം കിളിയിൽ പ്ലാസയിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്യും. ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ PP സുനീർ മുഖ്യാതിഥിയാകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു, മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ടീച്ചർ, വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ, പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ, ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ ഓഫീസർമാരും വിദ്യാഭ്യാസ പ്രവർത്തകരും സന്നിഹിതരാകും. തുടർന്ന് അധ്യാപക അവാർഡ് ജേതാവും ശാസ്ത്ര അധ്യാപകനുമായ ഇല്യാസ് പെരിയമ്പലം നയിക്കുന്ന ജ്യോതിശാസ്ത്ര ശില്പശാലയും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറും റിട്ടയർഡ് പ്രധാന അധ്യാപികയും KSSP യൂണിയൻ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹിയുമായിരുന്ന PL റോസി ടീച്ചറുടെ നിര്യാണത്തെ തുടർന്ന് വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുസ്മരണ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. സുമതി ടീച്ചർ, AN സോമനാഥൻ, PP രാമചന്ദ്രൻ, പ്രബലൻ വേലൂർ, KV ഗണേഷ്, PL ജോസഫീന ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിൽ പുന്നയൂർകുളം പ്രസ് ക്ലബ്ബ് പ്രതിഷേധം രേഖപ്പെടുത്തി. ചാലക്കുടി അതിരപ്പള്ളിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും ഒത്തുകളിച്ച് കള്ളക്കേസെടുത്ത് 24 ന്യൂസ് അതിരപ്പള്ളി ലേഖകൻ റൂബിൻ ലാലിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരായാണ് പ്രതിഷേധം നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ പുന്നയൂർകുളം പ്രസ് ക്ലബ്ബ് ഓഫീസിൽ നടന്ന പ്രതിഷേധത്തിൽ പ്രസിഡന്റ് റാണ പ്രതാപ്, ട്രഷറർ PP ഫൈസൽ, ഭാരവാഹികളായ രമേശ്, വിഷ്ണു, സുജിത് ഹുസൈൻ, ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചൊവ്വലൂർ വാദ്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ചൊവ്വലൂർ സുനിലിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 13 കുട്ടികളുടെ തായമ്പക അരങ്ങേറ്റം ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ നടന്നു. ചടങ്ങിൽ വാദ്യരംഗത്തെ പ്രമുഖരായ ചൊവ്വലൂർ മോഹനൻ, വെള്ളിത്തിരുത്തി ഉണ്ണിനായർ, ഇരിങ്ങാപ്പുറം ബാബു, ചൊവ്വലൂർ സുനിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
SSLC +2 CBSE പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി. അനുബന്ധ പരിപാടികളും നടന്നു. പഠനോപകരണ വിതരണവും ഉണ്ടായി. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി അബ്ദുൾ ബഷീർ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷനായി. LSS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുന്നംകുളം മാതൃഭൂമി റിപ്പോർട്ടർ KR ബാബുവിന്റെ മകൻ KB ആദിത്യദേവിനെ ആദരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി MM മുഹമ്മദ് അജ്മൽ, ട്രഷറർ സുമേഷ് P വിൽസൺ, ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കീഴൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവത്ര കുമാർ AUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സ്നേഹ സൗഹൃദ കൂട്ടായ്മയായ തിരികെ നമ്മുടെ ബാല്യം എന്ന വാട്സപ്പ് ഗ്രൂപ്പ് പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് വീടുകളിലെത്തി സ്നേഹോപഹാരം നൽകി. ഉമർ ഷാ, ബാദുഷ, നിസാർ സുബീന, റംസിയ, അശ്വതി, ഷാനിബ, നസീറ, അജീഷ, ബെൻഹർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഡിവൈഎഫ്ഐ കടവല്ലൂർ പാതാക്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എക്സലൻസ് അവാർഡ് നൽകി അനുമോദിച്ചു. കരിയർ ഓറിയന്റേഷൻ ആൻഡ് മോട്ടിവേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഉദ്ഘാടനം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ സെക്രട്ടറി സുനിത സുരേഷ് സ്വാഗതം പറഞ്ഞു. 8ാം ക്ലാസ് മുതൽ +2 വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉന്നത വിദ്യാഭ്യാസ തൊഴിലവസരങ്ങളെ സംബന്ധിച്ച് കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. സുരേഷ് കുമാർ, യഹിയ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. CPIM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, കൊച്ചനിയൻ, ബ്രാഞ്ച് സെക്രട്ടറി സുധീർ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ പ്രസിഡന്റ് രേഷ്മ നന്ദി പറഞ്ഞു. അഷറഫ് കൂട്ടായ്മ തൃശൂർ ജില്ലാ കമ്മിറ്റിയും കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയപ്പും നൽകി. ജില്ലാ സെക്രട്ടറി അഷ്റഫ് ആൽത്തറ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കഴുത്താക്കൽ അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് VC, KA അഷ്റഫ്, അഷ്റഫ് ടിക്ടാക് തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ നെല്ലുവായ് മേഖലയിലെ വിദ്യാർത്ഥികളെ നെല്ലുവായ് പ്രവധ കലാസാംസ്കാരിക വേദി അനുമോദിച്ചു. റാംസുന്ദർ, അനാമിക, ആർഷ, ആദർശ്, പുണ്യ, നവ്യ എന്നിവരെയാണ് അനുമോദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. പ്രൗഢ പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ NM മിഥുൻ, MP അബു, NK വേലായുധൻ, പ്രശാന്ത് മാവേലിമന, MP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് വെളിയങ്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളത്തിൽപ്പടി ദാറുസലാമത്ത് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആദർശ് മുരളീധരൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി P റംഷാദ്, ജില്ലാ സെക്രട്ടറി KP റാസിൽ, വിനു എരമംഗലം, അഡ്വക്കേറ്റ് സുജീർ, ഷിബു കളത്തിപ്പറമ്പിൽ, ജയദേവ് എന്നിവർ സംസാരിച്ചു. മന്നലാംകുന്ന് പ്രിയദർശിനി കാരുണ്യ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസും അനുമോദനവും സബ്സിഡി നിരക്കിൽ പഠനകിറ്റ് വിതരണവും നടത്തി. മന്നലാംകുന്ന് കിണർ സെന്ററിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി കാരുണ്യ ഫൗണ്ടേഷൻ ചെയർമാൻ AM അലാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ പ്രോത്സാഹന കിറ്റ് ഉദ്ഘാടനം സംസ്ഥാന ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് TS അജിത് നിർവഹിച്ചു. കരിയർ ഗൈഡൻസ് ക്ലാസ് തക്കുവ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഖാദർ മാസ്റ്റർ നടത്തി. ഫൗണ്ടേഷൻ ഡയറക്ടർ മൂസ ആലത്തയിൽ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മന്നലാംകുന്ന് മുഹമ്മദുണ്ണി, പൊന്നിയൂർക്കുളം പഞ്ചായത്ത് മെമ്പർ ഷാനിബ മൊയ്തുണ്ണി, നാസർ മാസ്റ്റർ, കോർഡിനേറ്റർ ഫവാസ് NV, ഫൗണ്ടേഷൻ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള മേലെ അങ്ങാടി സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുലിക്കോട്ടിൽ കുഞ്ഞുമോന്റെ ഭവനത്തിൽ വെച്ച് നടത്തിയ അനുമോദന സദസ്സ് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ യൂണിറ്റിൽ നിന്ന് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് വികാരി മൊമന്റോ നൽകി അനുമോദിച്ചു. ജോബിൻ ജോണി വചന സന്ദേശം നൽകി. യൂണിറ്റ് വാർഷികത്തിൽ പരിപാടികൾ അവതരിപ്പിച്ച യൂണിറ്റ് അംഗങ്ങൾക്കുള്ള സമ്മാനദാനവും നടന്നു. പരിപാടികൾക്ക് യൂണിറ്റ് സെക്രട്ടറി PU എഡ്ബി, ട്രഷറർ CK ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. CPM കാക്കശ്ശേരി ഈസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെയും കേരളോത്സവ വിജയികളെയും അനുമോദിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി KV ഭാസ്കരൻ അധ്യക്ഷനായി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് തുളസി രാമചന്ദ്രൻ, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് ഡയറക്ടർ ഗീതാ മോഹനൻ, MA കുമാരൻ, MM റഷീദ്, സുബിത ഷൈജു എന്നിവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV.
ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കൺവെൻഷൻ പെരുമ്പിലാവ് അൻസാർ വുമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീർ വരന്തരപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സമിതി അംഗം റഷീദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വനിതാ ഏരിയ കൺവീനർ സഫിയ ഷംസുദ്ദീൻ, GIO ഏരിയ സെക്രട്ടറി നുസ്ഹ പർവീൻ, മലർവാടി ടീൻ ഇന്ത്യ ഏരിയ കോർഡിനേറ്റർ അബ്ദുൾ ഫത്താഹ് തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ മുഴുവൻ സമയ ജൂനിയർ അറബിക് അധ്യാപികയുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അഭിമുഖം നടത്തുന്നു. താൽപര്യമുള്ളവർ ജൂൺ 1 സ്കൂൾ ഓഫീസിൽ അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. KSEB അറിയിപ്പ്. 33 KV ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ബുധനാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഗുരുവായൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതായിരിക്കുമെന്ന് ഗുരുവായൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ബാർ കൌൺസിലിന്റെ 608ാമത് പ്രോഗ്രാം വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് കുന്നംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. കൊച്ചി ചൈത്രധാരയുടെ സ്നേഹമുള്ള യക്ഷി എന്ന നാടകം അരങ്ങേറും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6665 രൂപ, പവന് 53320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 100 രൂപ. ചരമം. കുന്നംകുളത്തെ വ്യാപാരി, എറണാകുളം ഏജൻസീസ് ഉടമ, മരുത്തംകോട് ചുങ്കത്ത് പരേതനായ ചുമ്മാർ മകൻ ജോയ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. മരുത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെക്രട്ടറിയായിരുന്നു. സംസ്കാരം മരുത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. റോസി ഭാര്യയും ജെയിൻ മകളുമാണ്. വെള്ളറക്കാട് കിഴക്കേ ചാലയ്ക്കൽ അമ്മിണിയമ്മ നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. അവിവാഹിതയാണ് പരേത. പഴഞ്ഞി മണ്ടുബാൽ കൊച്ചു നിര്യാതനായി. പഴഞ്ഞി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ പ്രസിഡന്റ്, വട്ടക്കായിൽ കോൾ കൃഷി കമ്മിറ്റി മുൻ പ്രസിഡന്റ്, ആത്മീയ ഘോഷയാത്രാ കമ്മിറ്റിയുടെ രക്ഷാധികാരി എന്നീ നിലകളിലും പഴഞ്ഞിയിലെ വളം കീടനാശിനികൾ വിപണന രംഗത്തും ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും. കൊച്ചുസാറയാണ് ഭാര്യ. വർഗീസ്, ഡേവിസ്, സോണിയ, ബോസ് എന്നിവർ മക്കളാണ്. വാഗ കുന്നത്തുള്ളി പരേതനായ കുട്ടൻ മകൻ ഷെനിൽ നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11:30 എളവള്ളി ക്രിമിറ്റോറിയത്തിൽ നടക്കും. ബിന്ദു ഭാര്യയാണ്. സനിത്ത്, ശ്രീലക്ഷ്മി എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കുട്ടഞ്ചേരി വടക്കൂട്ട് മണിയൻപിള്ള നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. കുമാരി ഭാര്യയാണ്. ഹേമ, ഹേമന്ത് എന്നിവർ മക്കളാണ്. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി ജുമുഅത്ത് പള്ളിക്ക് കിഴക്കുവശം മുസ്ലിയാം വീട്ടിൽ മുഹമ്മദ് നിര്യാതനായി. 54 വയസ്സായിരുന്നു. ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറായിരുന്നു. പരേതനായ ഡോക്ടർ ഖാദർ, സൈനബ ദമ്പതികളുടെ മകനാണ്. ഖദീജ ഭാര്യയാണ്. അദ്നാൻ, ഹന്ന, തൻഹ എന്നിവർ മക്കളാണ്. ഖബറടക്കം നാളെ രാവിലെ അഞ്ചങ്ങാടി ജുമുഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. 13 പേർക്ക് പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ചു വീണാണ് യാത്രികർക്ക് പരിക്കേറ്റത്. വടക്കേക്കാട് അഞ്ഞൂർ റോഡ് ജംഗ്ഷനിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്ന പെരുമ്പിലാവ് പട്ടാമ്പി റോഡ് 2 മാസം പിന്നിട്ടിട്ടും പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. ഗതാഗത തടസ്സവും അപകട സാധ്യതയും വർദ്ധിക്കുന്നു. സ്കൂൾ തുറക്കുന്നതോടെ റോഡിലെ തിരക്ക് ഇരട്ടിയാകുമെന്ന് യാത്രികർ. മഴ പെയ്തതോടെ വെള്ളറക്കാട് നെല്ലിക്കുന്ന് റോഡ് യാത്രായോഗ്യമല്ലാതായി. വെള്ളം ഒഴുകിപ്പോകുന്ന തോട് സ്വകാര്യ വ്യക്തി അടച്ചതാണ് റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ടിനിടയാക്കുന്നത്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന കൂരയ്ക്കുള്ളിൽ ദുരിത ജീവിതം നയിച്ച് ഹേമാംബിക. മേൽക്കൂര തകർന്ന് നിലം പതിക്കാവുന്ന വീടിനുള്ളിൽ ഹേമാംബികയ്ക്ക് കൂട്ട് വളർത്തുനായ്ക്കൾ. ഗുരുവായൂർ ക്ഷേത്രനടയിലെ വെള്ളക്കെട്ടിന്റെ കാരണം കണ്ടെത്തി. ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ നിന്ന് നഗരസഭയുടെ കാനയിലേക്ക് വെള്ളം ഒഴുകുന്ന ഭാഗത്ത് തടസ്സം നേരിട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.